ദേവാമൃതം. നമസ്കാരം. പൈതൃക വഴിയെ തൊട്ടുണർത്തുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു. മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്കാരം. സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാകവി കുമാരനാശാൻ്റെ 100 വർഷം പിന്നിട്ട ഗുരുസ്തവത്തിലൂടെയുള്ള സുഖദമായ യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്യർക്ക് ഗുണം ചെയ്യുവതിന് ആയുസ്സു പപുസ്സും ധന്യത്വമോടങ്ങ് ആത്മതപസ്സും ബലി ചെയ്യൂ എന്ന 2 വരികൾ നമ്മൾ കഴിഞ്ഞ ലക്കം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആശാൻ സ്ഥാപിക്കുകയാണ്. ഇത്രയും ഉദാഹരണങ്ങൾ നൽകിയിട്ട് ഈ ഓരോ വാക്കും നമ്മെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ മനുഷ്യ ആയുസ്സിലേക്ക് കടന്നു ചെല്ലുവാനും ആശാൻ പറഞ്ഞ ഓരോന്നും സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യപ്പെടുവാനുമുള്ളതാണ്. ആശാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളിത് ഉൾക്കൊള്ളണമെന്നില്ല. ആശാൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ വാക്കുകളുമായിട്ട് നിങ്ങൾ ഗുരുകൃതികളിലൂടെ ഗുരുവിൻ്റെ ദർശനത്തിലേക്കും സന്ദേശങ്ങളിലേക്കും ജീവിതത്തിലേക്കും മനുഷ്യ ജീവിതത്തിലേക്കുമൊക്കെ ഇറങ്ങിച്ചെന്ന് നോക്കണം. ഇറങ്ങിച്ചെന്ന് നോക്കിയിട്ട് ഈ ഓരോ വാക്കും ആശാൻ പ്രയോഗിച്ചത് സ്വന്തം അനുഭവത്തിലൂടെ നിങ്ങൾ ബോധ്യപ്പെടണം. സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗുരുസ്തവത്തിൻ്റെ ആഴം മനസ്സിലാവുകയുള്ളൂ. ആശാൻ സ്വന്തം അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഒരു ജീവിതം ഗുരുവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗുരുവിനെ നിസ്സങ്കോചം പിന്തുടർന്ന് ഗുരുവിന് അപ്പുറത്തേക്ക് ഒരു ജീവിതം കാണാതെ നടന്നയാളാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. ആ കുമാരനാശാൻ സ്വന്തം സർഗധനത പോലും ഗുരുവിൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ട് ജീവിച്ചപ്പോഴാണ് ആശാന് ബോധ്യമാവുന്നത് സന്യാസികളില്ല ഇങ്ങനെ, ഇല്ല ഇല്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ഇങ്ങനെയില്ല. സന്യാസികൾ ഇതുപോലെയില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ലക്കത്തിൽ പറഞ്ഞു, ഹിമാലയത്തിൽ മോക്ഷം കാക്ഷിച്ചിരിക്കുന്ന 12 ലക്ഷത്തോളം സന്യാസിമാർ നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഈ സന്യാസിമാർ അവരെ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു ലോകത്തിന് എന്ത് ഉപകാരമാണ് ഉള്ളത്? ഇവരിവിടെ അവിടെ ഇരുന്ന് തപിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ദർശനം പുലരുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓരോ സന്യാസിയായിരിക്കുന്നയാളും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അത് ഭാരതീയമായ സനാതനമായ ദർശനം തന്നെയാണത്. എന്താണത്? മാനവ സേവയിലൂടെ മാത്രമേ മാധവ സേവ സാധ്യമാവുകയുള്ളൂ. സ്വന്തം മോക്ഷം കാക്ഷിച്ച് ഏകാന്ത ഗുഹയിൽ കയറിയിരിക്കുന്ന ഇന്ത്യൻ സന്യാസിമാരുടെ പൈതൃകത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഗുരു ഒരു ഹിന്ദു സന്യാസിയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നൽകാവുന്ന ഉത്തരം ഇതാണ്: ഗുരു ഹിന്ദു സന്യാസിയാണെങ്കിൽ മറ്റുള്ളവരാരും ഹിന്ദു സന്യാസിമാരല്ലായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഗുരുവിലാണ് ഹിന്ദുത്വത്തിൻ്റെ പൂർണ്ണത എന്ന് കാണുന്നതെങ്കിൽ മറ്റുള്ളവരെല്ലാവരും അപൂർണരായിരിക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടി വരും. അത് സമ്മതിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രസ്താവ്യവുമായിട്ട് നമ്മുടെ നേരെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സന്യാസികൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അത് സത്യമാണ്. കാരണം ഒരു സന്യാസിയും സന്യാസ ജീവിതത്തിൽ ഗൃഹസ്ഥൻ്റെ വീട്ടിൽ വന്ന് എന്നാൽ അവൻ്റെ ജീവിതത്തോടൊരു മമതയുമില്ലാതെ
ഒരു താമരയില പോലെ വന്ന് നിൽക്കുകയില്ല. എത്രയോ ഗൃഹസ്ഥരുടെ വീടുകളിൽ പോയി കിടന്ന് ഉറങ്ങി ഗുരുദേവൻ. അവരുടെ ജീവിതവുമായി ഇടപെട്ടു. ഒരു തരി കളങ്കമില്ലാതെ അവരുടെയൊക്കെ പ്രത്യക്ഷ ദൈവമായിട്ട് അവരുടെ മുന്നിൽ നിന്നു. പല സന്യാസിമാരും ഈ ഗുഹകളിലേക്ക് ഓടി ഒളിക്കുന്നത് ഗൃഹസ്ഥനോടൊപ്പം വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുമോ, അവർ തിരികെ ഈ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഭൗതിക സുഖങ്ങളിലേക്ക് മനസ്സ് ചാടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കുന്നത്. ആരെയും കാണാതിരിക്കുമ്പോഴത്തേക്ക് സുഖമായിട്ടിരിക്കാം, ഒരു വികാരവും ഇളകില്ല. ആരുടെയെങ്കിലും കൺവട്ടത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ പ്രകൃതമൊക്കെ കാണുമ്പോഴത്തേക്ക് തൻ്റെ മനസ്സ് തൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഓരോരുത്തരും ഏകാന്ത ഗുഹയ്ക്കുള്ളിലിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എത്ര ജനക്കൂട്ടത്തിനിടയ്ക്ക് നിന്നാലും, ഏത് ഗൃഹസ്ഥൻ്റെ വീട്ടിൽ താമസിച്ചാലും അവിടുന്ന് സത്യസ്ഥിതനാണ്. അതിൽ നിന്ന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വെറുമൊരു സന്യാസി പരമ്പരയിലെ ഒരു കണ്ണി എന്നുള്ള രീതിയിൽ ഗുരുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. ഗുരു സന്യാസത്തിൻ്റെ അല്ല, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാണ് ഗുരുവിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇല്ലമിയെന്നോർ ഒരു ഗൃഹസ്ഥനെയും താൻ ഇതുപോലെ കണ്ടിട്ടില്ല. ഇപ്പോൾ കുമാരനാശാൻ 100 വർഷം മുമ്പേ പറഞ്ഞു വെച്ച കാര്യം ബോധ്യപ്പെടാതെ നമ്മളിപ്പോൾ ഇവിടെ കിടന്ന് പലതരത്തിൽ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മതബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുമൊക്കെ ഇവിടെ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുമാരനാശൻ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇതുപോലൊരു സന്യാസി ഉണ്ടായിട്ടില്ല സന്യാസികൾക്കിടയിൽ. ഇതുപോലെയൊരു ഒരാളെ ഗൃഹസ്ഥന്മാരിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരാളെ, ഇത്രയും പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യരൂപത്തെ വാനപ്രസ്ഥം നയിക്കുന്നവരിൽ, വനങ്ങളിൽ ഏകാന്ത ഗുഹയിൽ കയറിയിരിക്കുന്നവർക്കിടയിലും കണ്ടിട്ടില്ല. ഇത്രയും സത്യബോധത്തോടുകൂടി ഈ ആധുനിക ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് ഗുരു ദൈവമാണെന്ന് ഞാൻ പറയുന്നതെന്നാണ് 100 വർഷം മുമ്പ് കുമാരനാശാൻ എഴുതി വെച്ചത്. കുമാരനാശാൻ ഇത് എഴുതി പാടിയത് അന്നത്തെ ദിവാനായിരുന്ന കൃഷ്ണൻ നായർ, അതുപോലെ ആഢ്യബ്രാഹ്മണനായിരുന്ന അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഇതുപോലെയുള്ള ആഢ്യത്വം നിറഞ്ഞ ഒരുപാട് വിശിഷ്ട വ്യക്തികളിരിക്കുന്ന വേദിയിലാണ് ഗുരുവിനെ ഇങ്ങനെ ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും വിശകലനം ചെയ്തുകൊണ്ട് ഗുരു പരദൈവം തന്നെയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് കുമാരനാശാൻ തൻ്റെ ഈ കാവ്യം ചൊല്ലുന്നത്. അവർക്കാർക്കും തർക്കമുണ്ടായിരുന്നില്ല. തർക്കമുള്ളത് നമുക്കാണ്. എന്താണ്? നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നാം തർക്കിക്കുന്നത്. ഗുരുവിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ വാക്കോ ഒരു ലേഖനോ വായിച്ചു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണരായി എന്ന് പറഞ്ഞ് നടക്കുന്ന ലോകമാണിത്. ഗുരുവിനെക്കുറിച്ച് ഒരു ആയുസ് എടുത്ത് പഠിച്ചെന്നാൽ പൂർണ്ണമാകില്ല എന്ന് ബോധ്യമുള്ളവരിവിടെയുണ്ട്. പക്ഷേ ഇത് എവിടെന്നോ കേട്ട എന്തോ ഒരു വാക്ക് കൊണ്ട് തന്നെ ഗുരുവിനെ എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് നമുക്കെന്ത് പറയാൻ സാധിക്കും? അവരെ കുമാരനാശാനെ കാണിച്ചു കൊടുത്തിട്ടോ ഗുരുസ്തവം കാണിച്ചു കൊടുത്തിട്ടോ കാര്യമില്ല. ബോധ്യം എന്ന് പറയുന്ന അവനവൻ്റെ ബുദ്ധിയിൽ തെളിയേണ്ടതാണ്. ചിലർക്കൊക്കെ അത് തെളിയും, ചിലർക്ക് തെളിയില്ല. അവരുടെ ജന്മം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ജന്മമെടുത്ത് അവർ ബുദ്ധി തെളിഞ്ഞോളുമെന്ന് വിചാരിക്കുകയല്ലാതെ നമുക്ക് മറ്റ് നിവൃത്തികളില്ല. ഗുരുസ്തവത്തിലൂടെയുള്ള യാത്ര നാം വീണ്ടും തുടരും. ഇന്നേക്ക് നമുക്ക് നിർത്താം. ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് ഇനി സാഗരം, അറിവിൻ്റെ സാഗരം. സനാതനമായ ഏതെങ്കിലും ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ, ഇപ്പോൾ ഫേസ് വാഷിലും. ദേവാമൃതം